ബോണ്ട് എന്താണെന്നും ബോണ്ടുകളെ കുറിച്ചും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ബോണ്ട് എന്താണെന്നും എത്ര തരം ബോണ്ടുകൾ ഉണ്ടെന്നും അതുപോലെ തന്നെ നമുക്ക് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസും ബോണ്ട് സെലക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രൈറ്റീരിയാസും എങ്ങനെ ശരിയായ രീതിയിൽ നമുക്ക് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ് ലാഡർ സ്ട്രാറ്റജിയുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവസാനമായിട്ട് നമുക്ക് ലൈവായിട്ട് ബോണ്ടുകൾ എങ്ങനെ മാർക്കറ്റിൽ പോയി വാങ്ങാമെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ബോണ്ടുകളെ കുറിച്ച് ഈ ഒരു വീഡിയോ. അപ്പൊ നമ്മൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോണാണ്. ഗവൺമെന്റിനോ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികൾക്കോ പൈസയുടെ ആവശ്യം വരുന്ന സമയത്ത് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യും, അത് പബ്ലിക് വാങ്ങും. അപ്പൊ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് എമൗണ്ട് റേസ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഈ ഒരു ബോണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ബോണ്ടുകളെ സംബന്ധിച്ച് ഏതാനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ഉണ്ട്. ഒന്നാണ് കൂപ്പൺ, രണ്ടാണ് പ്രിൻസിപ്പൽ, മൂന്നാണ് മച്യൂരിറ്റി ഡേറ്റ്. കൂപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ആ ഒരു ബോണ്ട് വാങ്ങുന്നവർക്ക് കൊടുക്കാം എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ആണോ ഒരു പബ്ലിക് ആ ഒരു ബോണ്ട് വാങ്ങാൻ വേണ്ടി ഇനിഷ്യലി കൊടുക്കുന്നത് അതിനെയാണ് പ്രിൻസിപ്പൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മച്യൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന ഡേറ്റിനുള്ളിൽ ആ ഒരു എമൗണ്ട് തിരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അത് ചിലപ്പോൾ 3 വർഷമായിരിക്കാം, 5 വർഷമായിരിക്കാം, 10 വർഷമായിരിക്കാം. അപ്പൊ ആ ഒരു ഡേറ്റിനെയാണ് തീരുന്ന ആ ഒരു ഡേറ്റിനെയാണ് മച്യൂരിറ്റി ഡേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ബോണ്ടുകൾ എത്ര തരമുണ്ട്, അതിന്റെ ടാക്സേഷൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നാമത് വരുന്നതാണ് ഗവൺമെന്റ് ബോണ്ട്. അതായത് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റും ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെയാണ് ഗവൺമെന്റ് ബോണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൂടുതൽ സേഫ് ആയിരിക്കും, അതുപോലെ തന്നെ റിട്ടേൺ കുറവായിരിക്കും, റിസ്ക്കും കുറവായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ടാക്സ് സ്ലാബ് അനുസരിച്ചാണ്. നമ്മുടെ എത്രയാണോ ഇൻകം അതിന്റെ കൂട്ടത്തിൽ ഈ ബോണ്ടിന്റെ എത്രയാണോ ബോണ്ടിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയത് അതും കൂടെ ആഡ് ചെയ്യും. അതിനുശേഷം ടോട്ടൽ ടാക്സ് സ്ലാബിനനുസരിച്ചായിരിക്കും ഈ ഒരു ബോണ്ടിന്റെ നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്മുടെ ബോണ്ടാണ് കോർപ്പറേറ്റ് ബോണ്ട്. അതായത് പ്രൈവറ്റ് കമ്പനീസുകൾ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെയാണ് കോർപ്പറേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് HDFC, ടാറ്റ, ICICI, ആക്സിസ് ഇങ്ങനെയുള്ള കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടിനെയാണ് കോർപ്പറേറ്റ് ബോണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് റിട്ടേൺ കുറച്ച് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ റിസ്ക്കും ഗവൺമെന്റ് ബോണ്ടിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അത് ടാക്സബിൾ ആണ്. അത് ടാക്സ് റേറ്റ് എങ്ങനെയാണ് വരുന്നത്, സെയിം ആയിട്ട് നമ്മുടെ എത്രയാണോ ടാക്സ് ലാഭ അതനുസരിച്ച് തന്നെയാണ് അതിന്റെയും ടാക്സ് കൊടുക്കേണ്ടത്. ഇനി ടാക്സ് ഫ്രീ ബോണ്ടുകളുണ്ട്. അത് ചില പബ്ലിക് സെക്ടർ കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളിൽ ടാക്സ് ഫ്രീ ആയിട്ടുള്ള ബോണ്ടുകളുണ്ട്. അത് കുറച്ചും കൂടെ സേഫ് ആയിരിക്കും, അതുപോലെ തന്നെ നമുക്ക് മീഡിയം മോഡറേറ്റ് റിട്ടേൺ നമുക്ക് തരും. അപ്പൊ അങ്ങനെയുള്ള ബോണ്ടുകളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. IRFC പോലെയുള്ള കമ്പനികൾ, അതിൻ്റെ അത് ഗവൺമെന്റിന്റെ ഷെയർ കൂടുതലായിരിക്കും അങ്ങനെയുള്ള കമ്പനികളിൽ. പിന്നെ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാർക്കറ്റ് ഏതൊരു ഡയറക്ഷനിൽ പോകുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സമയത്ത് നമുക്ക് നമ്മൾ നോർമലായിട്ട് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ ഒരു ഫിക്സ്ഡ് ഇൻകം ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ ഞാനൊരു ചാർട്ടിൽ ഗ്രീൻ ലൈൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിലെ വേരിയേഷൻ ഇതുണ്ട്, വോളറ്റിലിറ്റി ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റിൽ മാത്രം ഇടാതെ നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് ആൾട്ടർനേറ്റീവ് ആയിട്ട് ചിന്തിക്കാം. അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 1 ലക്ഷം രൂപ നമ്മൾ മാർക്കറ്റിലേക്ക് ഇടുവാണ്, അത് സ്റ്റോക്കിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇടുവാണ്. പെട്ടെന്ന് ഒരു മാർക്കറ്റ് ക്രാഷ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു 20% ക്രാഷ് ഉണ്ടായി കഴിഞ്ഞാൽ ആ 1 ലക്ഷം രൂപ എന്നുള്ളത് അതിന്റെ വാല്യൂ കുറഞ്ഞ് 80,000 രൂപ എന്നുള്ളതിലേക്ക് വരും. അതേസമയത്ത് നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ നേരത്തെ ആ ഒരു റിസ്ക് മനസ്സിലാക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ 50,000 രൂപ ഇക്വിറ്റി മാർക്കറ്റിലും ബാക്കി 50,000 രൂപ ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് ബോണ്ടുകളിലുമായിട്ട് ഇടുന്നെങ്കിൽ ഈ 9% റിട്ടേൺ അപ്രോക്സിമേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 50,000 മുകളിൽ 9% അത് സ്റ്റേബിൾ ആയിട്ട് തന്നുകൊണ്ടിരിക്കും. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലെ വോളറ്റിലിറ്റി ആ ബാക്കിയുള്ള റിമൈനിങ് 50,000 മാത്രമേ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ഫിക്സഡ് ആയിട്ട് 50,000 രൂപ റിട്ടേൺ തന്നുകൊണ്ടിരിക്കും. ബാക്കിയുള്ള 50,000 രൂപ ഒരു വോളറ്റിലിറ്റി ഉണ്ടാവും, അത് ഫ്യൂച്ചറിൽ ഗ്രോത്തിന് വേണ്ടിയും ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു ആങ്കർ ആയിട്ട് നമുക്ക് ഈ ബോണ്ടുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ബാക്കി ഗ്രോത്ത് എഞ്ചിനായിട്ട് നമ്മുടെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റുകൾ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു 50-50% എന്നുള്ളത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ അത് ഏജ് ബാക്കിയുള്ള നമ്മുടെ സിറ്റുവേഷൻ എല്ലാം നോക്കിയിട്ടാണ് അതിന്റെ വെയിറ്റേജ് ഡിസൈഡ് ചെയ്യേണ്ടത്. എത്ര ശതമാനം ഇക്വിറ്റിയിൽ ഇടണം, എത്ര ശതമാനം നമ്മൾ ബോണ്ട് മാർക്കറ്റിൽ ഇടണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ബോണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശരിയായ ബോണ്ട് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഏത് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരുപാട് ബോണ്ടുകൾ അവിടെ കിട്ടും. അതിനകത്ത് ഏതാണ് ശരിയായ ബോണ്ട്, നമുക്ക് അനുയോജ്യമായത്, ഏറ്റവും സേഫ് ആയിട്ടുള്ളത്, നല്ല റിട്ടേൺ കിട്ടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ 3-4 ക്രൈറ്റീരിയസ് ആണ് ബോണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് വരുന്നത്. ഒന്ന്, ക്രെഡിറ്റ് റേറ്റിംഗ്, അതായത് സേഫ്റ്റി ആണ് നമ്മൾ ബോണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നോക്കേണ്ടത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് റേറ്റിംഗുകൾ കിട്ടും. AAA, AA, BB, ബിലോ BB, BB
എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള റേറ്റിംഗ് കിട്ടും. അതിൻ്റെ അകത്ത് ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് കിട്ടുന്നത് AAA കാറ്റഗറിയിലുള്ളതാണ്. അതിനുശേഷം അതിലും റേറ്റിംഗ് കുറഞ്ഞതാണ് AA, അതിലും റിസ്ക് കൂടിയതാണ് അതിൽ റിസ്ക് കൂടിയതാണ് BBB. ബിലോ BBBയിൽ വരുന്നത് കൂടുതൽ റിസ്ക് കൂടിയ കമ്പനികളായിരിക്കും. അപ്പൊ മനസ്സിലാക്കുക, ഹയസ്റ്റ് സേഫ്റ്റി എവിടെയാണ് കിട്ടുന്നത്? AAAക്കാണ്. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ സേഫ്റ്റി നോക്കുന്ന സമയത്ത് നമുക്ക് AAA അല്ലെങ്കിൽ AA റേറ്റഡ് ബോണ്ട്സ് എടുക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. BBBയിലേക്ക് പോകാം, പക്ഷെ അതിലും താഴോട്ട് പോകുന്നതിനേക്കാളും ബെറ്റർ ഒരു AA അല്ലെങ്കിൽ AAA കാറ്റഗറിയിൽ നിൽക്കുന്നതാണ്. ഇപ്പം ഈ AAAക്ക് അതും പ്ലസും മൈനസും വരുന്നുണ്ട്. പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AA പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AA കുറച്ചും കൂടെ ബെറ്റർ ആണ്. AA എന്ന് പറയുന്നത് AA മൈനസിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആണ്. അപ്പം മൈനസ് കുറച്ചും കൂടെ താഴെയും പ്ലസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. അപ്പം ഏറ്റവും നല്ല ബോണ്ട് ഏതാണ്? AAA പ്ലസ് ആണ്. അതിലും താഴെ ഏതാണ് വരുന്നത്? AAA ആണ്. അതിലും താഴെ ഏതാണ് വരുന്നത്? AAA മൈനസ് ആണ്. അതിലും താഴെ ഏതാണ് വരുന്നത്? AA പ്ലസ്, പിന്നെ AA മൈനസ്. ഓക്കെ, ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. അപ്പം AA അല്ലെങ്കിൽ AAA കാറ്റഗറിയിലെങ്കിലും മിനിമം നിൽക്കുന്ന ബോണ്ടുകൾ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഇനി ഈ ഒരു റേറ്റിംഗ് ആരാണ് കൊടുക്കുന്നത്? ആ റേറ്റിംഗ് കൊടുക്കുന്ന കമ്പനികൾ താഴെ കൊടുത്തിട്ടുണ്ട്. ക്രിസിൽ, ICRA, കെയർ റേറ്റിംഗ്, ഇന്ത്യ റേറ്റിംഗ് ആൻഡ് റിസർച്ച്. അപ്പൊ ഇവിടെയും സീനിയോറിറ്റി നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. ക്രിസിൽ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഏജൻസി. അപ്പം ക്രിസിലിന്റെ AAA പ്ലസ് ബോണ്ടുകളാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ബോണ്ടുകൾ. അപ്പം ബാക്കി ICRAയും കെയർ റേറ്റിംഗും ഒക്കെ നല്ല കമ്പനികളാണ്. പക്ഷേ ക്രിസിലിന്റെ റേറ്റിംഗ് കുറച്ചും കൂടെ നമുക്ക് പ്രയോറിറ്റി കൊടുക്കാം. കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ, അപ്പൊ സേഫ്റ്റി നമ്മൾ നോക്കി. ഇനി രണ്ടാമത്തെ മറ്റൊരു കാര്യമാണ് സെക്യൂർഡ്, അൺസെക്യൂർഡ് എന്ന് പറഞ്ഞ ബോണ്ടുകളുണ്ട്. അപ്പൊ സെക്യൂർഡ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കമ്പനി വാങ്ങുന്ന സമയത്ത് അതിന് പകരമായിട്ട് ഒരു കൊളാട്രൽ വെക്കുന്നു. അതായത് ഫിസിക്കലായിട്ട് ഒരു അസറ്റ് കമ്പനി മാറ്റി വെക്കുന്നു. ഇൻ കേസ് എനിക്ക് ഈ ഒരു പൈസ തിരിച്ച് പബ്ലിക്കിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു അസറ്റ് വിറ്റിട്ടാണെങ്കിലും ഈ ഒരു പൈസ തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് കൊളാട്രൽ മാറ്റി വെക്കുന്നതിനെയാണ് സെക്യൂർഡ് ബോണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് കൂടുതലും റെക്കമെൻഡഡ് ആണ്. അപ്പോൾ സെക്യൂർഡ് ബോണ്ടുകൾ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അൺസെക്യൂർഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അതിന് പുറമെ കൊളാട്രൽ ഒന്നും വെക്കുന്നില്ല, ഫണ്ട് മേടിക്കുന്നു എന്നുള്ളതാണ്, തിരിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ ഇച്ചിരി റിട്ടേൺ കൂടുതൽ കിട്ടും. സെക്യൂർ ബോണ്ടിനേക്കാളും കുറച്ചും കൂടെ റിട്ടേൺ കൂടുതൽ തരാൻ ചാൻസ് ഉണ്ട്, കാരണം കൊളാട്രൽ വെക്കാത്തത് കൊണ്ട് തന്നെ. പക്ഷേ കൊളാട്രൽ വെക്കുന്നതാണ് കൂടുതലും സേഫ്. നമ്മളപ്പോൾ കൊളാട്രൽ ഉള്ള ബോണ്ടുകൾ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഈൽഡ് ടു മച്യൂരിറ്റി, അതുപോലെ തന്നെ കൂപ്പൺ. നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഇതിന്റെ റിട്ടേൺ റെഗുലർ ആയിട്ട് ജനറേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നമ്മൾ മച്യൂരിറ്റി ഡേറ്റ് വരുന്ന അനുസരിച്ച് പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂടെ കൂടിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് റെഗുലർ മന്ത്ലിയിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈൽഡ് ടു മച്യൂരിറ്റി എത്ര നാളാണ്, എത്ര ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ്. എത്ര മാത്രം ഇൻട്രസ്റ്റ് റേറ്റ് തന്നു കഴിഞ്ഞാലും അത്രയും നല്ലത്. ഇപ്പം നമ്മൾ സേഫ്റ്റിയും നമ്മൾ എടുക്കണം, അതുപോലെ തന്നെ സെക്യൂർഡും ആയിരിക്കണം ബോണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റും തരുന്ന ബോണ്ടുകളാണ് എപ്പോഴും നമുക്ക് അനുയോജ്യം. ഇനി നമുക്ക് അൾട്ടിമേറ്റ് ബോണ്ട് ലാഡറിംഗ് സ്ട്രാറ്റജി, റെഗുലർ ഇൻകം. അതായത് നമ്മുടെ കയ്യിൽ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ ബോണ്ടിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് കൃത്യമായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്ത് ഇടുന്നതായിരിക്കും. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ബോണ്ടിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആ ഒരു കമ്പനി ഡിഫോൾട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ റിസ്ക് കൂടുതലായിരിക്കും. അതേ സമയത്ത് ആ ഒരു റിസ്ക് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് അതിനെ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാം, 4 or 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷം എല്ലാം ഒരേ ഇന്റർവെല്ലിൽ 5 വർഷത്തെ ബോണ്ട് 5 വർഷത്തെ ബോണ്ട് 5 വർഷത്തെ ബോണ്ട് എന്നുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് മച്യൂരിറ്റി ഡേറ്റ് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സാമ്പിളും കൂടെ കൂട്ടി പറയാം. അതായത് നമ്മുടെ 1 ലക്ഷം രൂപ നമ്മൾ ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നയാളാണെങ്കിൽ അതിനെ 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു, 20,000 രൂപ. അതിനുശേഷം 20,000 രൂപ 1 വർഷം കൊണ്ട് ബോണ്ട് മച്യൂർ ആകുന്ന ബോണ്ടുകൾ ഇട്ടു. ബാക്കിയുള്ള 20,000 രൂപ 2 വർഷത്തിൽ മച്യൂരിറ്റി കിട്ടുന്ന ബോണ്ടുകൾ ഇട്ടു. ബാക്കി 20,000 രൂപ 3 വർഷം മച്യൂരിറ്റി കിട്ടുന്ന ബോണ്ടുകൾ ഇട്ടു. ബാക്കി 20,000 രൂപ 4 വർഷം മച്യൂരിറ്റിയിൽ കംപ്ലീറ്റ് ആകുന്ന ബോണ്ടുകൾ ഇട്ടു. ബാക്കി 20,000 രൂപ 5 വർഷം മച്യൂരിറ്റിയിൽ വരുന്ന ബോണ്ടുകൾ ഇട്ടു. അപ്പോൾ അങ്ങനെ ഇടുന്ന സമയത്ത് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഒന്നാമത്തെ വർഷത്തെ ബോണ്ട് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് 1 വർഷം കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു കുറച്ച് എമൗണ്ട് നമ്മുടെ ലിക്വിഡിറ്റി കിട്ടും, നമ്മുടെ കയ്യിലേക്ക് വരുന്നു. അതിനുശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു അവസരം വരുന്നു. അതുപോലെ തന്നെ ആ ഒരു വർഷം കഴിയുമ്പോഴത്തേനും ഇൻട്രസ്റ്റ് റേറ്റ് കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കിട്ടിയേക്കാം. ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാൻ വേണ്ടിയും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ആ ഒരു സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോണ്ടുകളിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ 1 വർഷം കഴിയുമ്പം ആ ഒരു മച്യൂരിറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാം, പുതിയൊരു
5 വർഷത്തെ മെച്യൂരിറ്റി ഉള്ള ബോണ്ടിൽ. കാരണം ഈ ഒരു ബോണ്ട് അന്നേരം 4 വർഷം ബാക്കി ഉണ്ടാവും റിമൈനിങ് മെച്യൂരിറ്റി. ഈ ഒരു വർഷം 3 വർഷമായിരിക്കും ഈ ബോണ്ടിന്റെ മെച്യൂരിറ്റി റിമൈനിങ്. അപ്പൊ നമുക്കിങ്ങനെ ഓരോ വർഷവും നമ്മുടെ ബോണ്ട് പുറത്തേട്ട് വന്നുകൊണ്ടിരിക്കും, മച്യൂർ ആയിക്കൊണ്ടിരിക്കും. അതിനെ വീണ്ടും എടുത്ത് 5 വർഷത്തെ ബോണ്ടിലേക്ക് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും വീണ്ടും അതിന്റെ ടേൺ ഓവർ കുറഞ്ഞു വരും. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കോൺടാക്ട് ചെയ്ത് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ റീഇൻവെസ്റ്റ്മെന്റ് മാജിക് സൈക്കിൾ, അതായത് ഓരോ വർഷവും ഫസ്റ്റ് ബോണ്ട് മച്യൂർ ആവും, അത് വീണ്ടും പ്രിൻസിപ്പൽ ബാക്ക്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റും വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് കൂട്ടിച്ചേർക്കാം. നമുക്ക് അതല്ല ഇൻട്രസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ യൂസ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മണി വീണ്ടും 5 ഇയർ ബോണ്ട് ബൈ ചെയ്യുന്നു. അപ്പോൾ അത് കണ്ടിന്യൂ സ്ട്രീം ഓഫ് ക്യാഷ് ഫ്ലോ ബാക്ക് ടു എവറി സിംഗിൾ ഇയർ ആൻഡ് യു ആർ ഓൾവേസ് ക്യാപ്ചറിങ് ദ ലേറ്റസ്റ്റ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇതാണ് ഇതിന്റെ ബെനിഫിറ്റ്, ഈ ഒരു ലാഡർ സ്ട്രാറ്റജിയുടെ ബെനിഫിറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബോണ്ടിൽ നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഇനി നമുക്ക് ലൈവ് ആയിട്ട് മാർക്കറ്റിൽ പോയി എങ്ങനെ ബോണ്ടുകളെ ഐഡന്റിഫൈ ചെയ്യാം, ശരിയായ ബോണ്ടുകൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കാം, എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ബോണ്ടുകളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ ഇനി മൊബൈലിലാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഇത് അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോണ്ടുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും സ്റ്റോക്കിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും ഈ ഒരു പ്ലാറ്റ്ഫോം അനുയോജ്യമായ പ്ലാറ്റ്ഫോമാണ്. തീർച്ചയായിട്ടും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഞാനിവിടെ ഇതിൻ്റെ ഹോം പേജ് ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഇൻവെസ്റ്റ് ഇൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോം പേജിൽ തന്നെ കിട്ടും, അപ്സ്റ്റോക്സിൻ്റെ ഹോം പേജിൽ. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ രണ്ട് NCD GSEC എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് വരും. ഞാൻ GSECൽ ഒന്ന് അടിച്ച് ചെയ്യുമ്പോഴത്തേനും ഇവിടെ കണ്ടോ ഒരു ഗവൺമെൻറ് ബോണ്ട് ഇപ്പം നിലവിൽ നമുക്ക് ബൈ ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. അതാണ് ഇവിടെ കിടക്കുന്നത്, ഞാനൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് 6.75% ഈൽഡാണ് അത് തരാൻ അപ്രോക്സിമേറ്റ് തരുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്നതാണ്. അപ്പം ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ 2 ജൂലൈ ആണ്. നമുക്ക് ഇപ്പോൾ അത് ഓപ്പൺ ആണ്. ഇപ്പോൾ വാങ്ങണമെങ്കിൽ നമുക്ക് ഇവിടെ അപ്ലൈ എന്ന് പറഞ്ഞതിൽ കൊടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ 2 ജൂലൈ വരെ ആയിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം. ഇതിൻ്റെ അകത്ത് മിനിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10,800 രൂപയാണ്. ഇൻട്രസ്റ്റ് പേ ഔട്ട് എല്ലാ 6 മാസത്തിലും ആയിരിക്കും ഇതിൻ്റെ ഇൻട്രസ്റ്റ് തരുന്നത്. ഇതിൻ്റെ മച്യൂരിറ്റി ഡേറ്റ് 2036 വരെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബോണ്ടിലുള്ളത്. അപ്പോൾ ഈ ഒരു ബോണ്ട് നമുക്ക് അനുയോജ്യമാണെങ്കിൽ ഇത് ബൈ ചെയ്യാം. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇച്ചിരി കുറവാണ്, കൂപ്പൺ റേറ്റ് ഇച്ചിരി കുറവാണ്. അതേസമയത്ത് NCDയിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ന്യൂ ഇഷ്യൂ ലിസ്റ്റഡ് ബോണ്ട് എന്ന് പറഞ്ഞ 2 കാറ്റഗറി കിട്ടും. അപ്പോൾ ഇതാണ് ഏറ്റവും ഫ്രഷ് ആയിട്ട് ഇഷ്യൂ ചെയ്ത് ഇപ്പം നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം. ഇവിടെ മുത്തൂറ്റ് ഫിൻകോർപ്പ് ലിമിറ്റഡിൻ്റെയാണ്. അത് നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ടോപ്പ് റേറ്റഡ് കണ്ടോ, AA റേറ്റിംഗ് ഉണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈൽഡ് 9.25% ഉണ്ട്. നമുക്കിവിടെ അതിൻ്റെ വ്യൂ മോർ ഇൻട്രസ്റ്റ് റേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പല സീരീസിലും പല രീതിയിൽ കാണാൻ സാധിക്കുന്നു. 72 മാസത്തേക്ക് നമുക്ക് ആനുവലി ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ 9.25% ആനുവലി കിട്ടുന്നതാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ ടേൺ ഓവർ കുറയുന്നതനുസരിച്ച് ഇത് കണ്ടോ, നമ്മൾ ഒരു 5 വർഷത്തേക്ക് 60 മാസത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 9.15 കിട്ടുന്നത്. ഓക്കെ, ഇവിടെയും ക്യുമുലേറ്റീവ് ആനുവൽ എന്നുള്ളതുണ്ട്. നമ്മളിവിടെ ആനുവലാണ് എടുക്കുന്നതെങ്കിൽ ആനുവലി 9.15% കിട്ടുന്നത് ഓരോ വർഷവും. ഇത് സെലക്ട് ചെയ്യുവാണെങ്കിൽ അപ്പോൾ 5 വർഷത്തേക്കുള്ള ബോണ്ട് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ബോണ്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ബൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം മിനിമം ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് 10,000 രൂപയാണ്. അപ്പം മിനിമം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ. അപ്പം ആനുവലി ആയിരിക്കും 9.15% ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് ഓരോ വർഷവും എല്ലാ വർഷവും 915 രൂപ വെച്ചായിരിക്കും ഇൻട്രസ്റ്റ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പം 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ 9.15 വെച്ച് ഓക്കെ. അപ്പം നമുക്ക് ബൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് മുമ്പോട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഇത് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിടക്കുന്ന ഒരു ബോണ്ടാണ് ഇത്. ഇനി നമുക്ക് കുറച്ച് ഈ ബോണ്ട് നമുക്ക് താല്പര്യമില്ല, കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് റേറ്റിന് വേരിയേഷൻ ഉള്ളത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടേൺ ഓവറിന് വേരിയേഷൻ ഉള്ള ബോണ്ടുകൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾറെഡി നേരത്തെ ഇഷ്യൂ ചെയ്ത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ബോണ്ടുകളുണ്ട്. അതായത് ട്രേഡ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആരോ നേരത്തെ മേടിച്ചു, അവർക്ക് എന്തെങ്കിലും ബോണ്ട് വിൽക്കേണ്ട അത്യാവശ്യം വന്നു, ആ ഒരു സമയത്ത് അവർ മാർക്കറ്റിൽ വിൽക്കുന്നു, അപ്പം അത് നമുക്ക് വാങ്ങാം. അപ്പോൾ അത് ഇവിടെ ലിസ്റ്റഡ് ബോണ്ട് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് കിടക്കുന്നത്. ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് ബോണ്ട്സ് ഉണ്ട്, നമുക്ക് ഒരുപാട് ബോണ്ട്സ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് നമുക്ക് അനുയോജ്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ച് നമുക്ക് ആദ്യമേ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം. അതായത് ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ച് അതിനെ ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള പാരാമീറ്റേഴ്സ് എടുക്കാം. ഇപ്പോൾ ഹൈ ഈൽഡ് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഹൈ ഈൽഡ് എന്ന് പറയുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ ഈൽഡ് തരുന്ന ഓൾറെഡി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന നേരത്തെ ഇഷ്യൂ ചെയ്ത് ആരോ വിൽക്കാൻ വെച്ച ബോണ്ടുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 12.40 12. അപ്പോൾ താഴോട്ട് കുറഞ്ഞ റേറ്റ് ഉള്ളത് വന്നിട്ടുണ്ട്. 11.55 11.52 എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കുക,
നമുക്കിവിടെ ഇൻട്രസ്റ്റ് റേറ്റ് നല്ല റേറ്റാണ്, പക്ഷേ ഇവിടെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് 10,000 രൂപ എല്ലാവർക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയിരിക്കും. പക്ഷേ ഇവിടെ ICRA BB+ ഉള്ളൂ. അപ്പോൾ ഇത് ICRA BB+ ഓക്കെ ആണെങ്കിൽ അത് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമുക്കത് ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാൻ സാധിക്കുന്നു മന്ത്ലിയിലാണ് ഇൻട്രസ്റ്റ് പേ ഔട്ട് തരുന്നത്. BB+ ആണ്. മച്യൂരിറ്റി ഡേറ്റ് 26 ഏപ്രിൽ 2028 വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബോണ്ട് സെക്യൂർഡ് ആണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നല്ലതാണ്. പക്ഷേ നമുക്ക് ഈ ഒരു റേറ്റിംഗ് നമുക്ക് പോരാ, കുറച്ചും കൂടെ നല്ല റേറ്റിംഗ് വേണം. അല്ലെങ്കിൽ ഈ ഒരു ടൈം പീരീഡ് ഒന്ന് വേരിയേഷൻ ഉള്ളതാണ് വേണ്ടതെങ്കിൽ നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാം. അപ്പം നമുക്ക് താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെയും BB+ ആണ് വരുന്നത്. അപ്പോൾ അതും നമുക്ക് താല്പര്യമില്ല. കുറച്ചും കൂടെ നല്ല എയർ റേറ്റിംഗ് ഉള്ളത് വേണമെങ്കിൽ നമുക്ക് താഴോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ A- റേറ്റിംഗ് ഉള്ളതുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടും ഈ ഒരു A- ഈ ഒരു മൈനസും മിനിമം 1 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. 1 ലക്ഷം രൂപ മിനിമം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഏറ്റവും ചെറുത് വാങ്ങാൻ. അപ്പോൾ അത് നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും താഴോട്ട് പോരാം. അപ്പോൾ നമുക്ക് താഴോട്ട് പോരുന്ന സമയത്ത് ഇവിടെ നമുക്ക് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 9,073 രൂപയാണ് വരുന്നുള്ളൂ, 730 രൂപ. അതുപോലെ തന്നെ ഇവിടെ ICRA A റേറ്റിംഗും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മെച്യൂരിറ്റി വരുന്നത്, അതായത് 1 ഇയർ ബോണ്ടൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ 2 ഇയർ ബോണ്ട് സെലക്ട് ചെയ്യണമെങ്കിൽ, ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ബോണ്ടുകൾ സെലക്ട് ചെയ്യണമെങ്കിൽ ലോ ഇൻവെസ്റ്റ്മെൻറ്റ്, നല്ലൊരു ഈൽഡ്, ഇതെല്ലാം വരുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പോൾ ഇവിടെ ബോണ്ട് സെക്യൂർഡുമാണ്. അപ്പോൾ എല്ലാ ക്രൈറ്റീരിയസും നമുക്ക് മോശമില്ലാത്ത ക്രൈറ്റീരിയാസ് കിട്ടുന്നുണ്ട്. 20 നവംബർ 2028 ആണ്, അതായത് 2 വർഷം കഴിഞ്ഞിട്ട് ഉള്ള ബോണ്ട് എന്നുള്ള കാറ്റഗറിയിൽ നമുക്കിത് വേണമെങ്കിൽ ബോണ്ട് ലാഡറിങ് സ്ട്രാറ്റജിയിൽ ഇങ്ങനെയുള്ള ബോണ്ടുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ICRA A റേറ്റിംഗ് ഉണ്ട്. A റേറ്റിംഗിൽ താഴെയില്ല. AA അല്ലെങ്കിൽ AAA നല്ലതാണെങ്കിൽ A റേറ്റിംഗ് എങ്കിലും ഉണ്ട്. ഓക്കെ, നമുക്ക് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മിനിമം ക്വാണ്ടിറ്റി നമുക്ക് 1 യൂണിറ്റ് ആണെങ്കിലും നമുക്ക് വാങ്ങാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് പേ ഔട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ മാസവും ഇത് കണ്ടോ, ഓരോ മാസവും 78 രൂപ, 76 രൂപ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മന്ത്ലി ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ ആനുവലി അല്ല, മന്ത്ലിയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അനുയോജ്യമായ ബോണ്ടുകൾ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ ക്രിസിൽ A റേറ്റിംഗ് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ഇതിൻ്റെ നമുക്ക് ഈൽഡ് 11% തന്നെ കിട്ടുന്നുണ്ട്. നല്ല റേറ്റാണ്. അതായത് FDയിൽ 6% കിട്ടുമ്പോൾ ഏകദേശം അതിൻ്റെ ഡബിൾ റിട്ടേൺ ആണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ മച്യൂരിറ്റിയും 2028 പെട്ടെന്ന് തന്നെയുള്ള ബോണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത് സെലക്ട് ചെയ്യാം. അതായത് 1 ഇയർ പ്ലസ് ബോണ്ടിലേക്ക് ഇത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എക്സാക്റ്റ് ആയിട്ട് 1 ഇയർ, 2 ഇയർ, 3 ഇയർ, 4 ഇയർ, 5 ഇയർ എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ ഒരു ബോണ്ട് നവി ഫിൻസർവ് ലിമിറ്റഡിൻ്റെയാണ്. 11% ഉണ്ട്. മെച്യൂരിറ്റി ഡേറ്റ് 1.5 വർഷം 2 വർഷം കഴിയുമ്പോഴത്തേനും തന്നെ ഉണ്ട്. ക്രിസിൽ A റേറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 10,000 രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, 9,934 രൂപ. അപ്പോൾ കൂപ്പൺ റേറ്റ് ഇവിടെ നല്ല ഒരു കൂപ്പൺ റേറ്റ് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് സെക്യൂർഡ് ആണ്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം ഈ ഒരു മെത്തേഡിൽ നമുക്ക് ബോണ്ടുകൾ ബൈ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ട്രേഡ് ചെയ്യാം, F&Oയിൽ ഹെഡ്ജ് ചെയ്യാനുള്ള പൊസിഷൻസ് എടുക്കാം. അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബോണ്ടുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒരിക്കലും ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള ആശയത്തിലല്ല. നമുക്ക് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റും വേണം. ബാക്കി നമുക്ക് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റും താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാം. ചെറിയൊരു പോർഷനിൽ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണമെങ്കിൽ നടത്താം. അതുപോലെ തന്നെ ഗോൾഡ് പോലെയുള്ള കമ്മ്യൂണിറ്റി അസറ്റുകളിൽ നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കുറച്ച് പോർഷൻ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേബിൾ ഇൻകം അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം കിട്ടുന്ന ബോണ്ടുകളും നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു പോർഷനിൽ ഒരു 10-20% പോർഷനായിട്ട് നമുക്ക് കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോണ്ട് ലാഡറിംഗ് സ്ട്രാറ്റജി മനസ്സിലായി, എങ്ങനെ നിങ്ങൾക്ക് ശരിയായി ബോണ്ട് സെലക്ട് ചെയ്യാമെന്ന് മനസ്സിലായി, എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.